ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ മമ്മി ഡാഡി അനിയത്തിയൊക്കെ ആയിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. ജസ്റ്റ് ഒന്ന് ചില്ലടിക്കാൻ, ഒരു വൺ ഡേ ട്രിപ്പ്. ഓക്കെ, അപ്പോൾ അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയത്തില്ല, നിങ്ങൾ പോയി കണ്ടിട്ടോ എങ്കിൽ എല്ലാവരും ഒരു സുഖമുള്ളൂ. ആ സർപ്രൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞപ്പോഴേക്കും വിശപ്പിന്റെ വിളി വന്നു. ഞങ്ങൾ അങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങി. എല്ലാവരും ഓരോരോ ഐറ്റം ഓർഡർ ചെയ്തു. ഞാൻ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. ഫ്രണ്ട്സ്, ഇതാണ് വേമ്പനാട്ട് കായൽ. കുറെ ദൂരമുണ്ട് ഈ ബ്രിഡ്ജ്. സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹൗസ് ബോട്ടും മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി കാഴ്ച. അങ്ങ് ദൂരെ കടലും മേഘങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വ്യൂ. സൂപ്പറായിരുന്നു. തീർന്നിട്ടില്ല ഈ പാലത്തിന്റെ വിശേഷങ്ങൾ. കുറച്ചു ദൂരം പോയപ്പോഴേക്കും സൈഡിൽ കുഞ്ഞു കുഞ്ഞു കടകൾ കാണാം. നോക്കിയപ്പോ മീനൊക്കെ ഇങ്ങനെ ചൂണ്ടയിട്ട് പിടിച്ച് അവിടെ വെച്ച് ഇങ്ങനെ പൊരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ സെറ്റായിരുന്നു. ഫോർട്ട് കൊച്ചിയിലാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഞാൻ എത്തിയേ ഉള്ളൂ ഫോർട്ട് കൊച്ചിയില്. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഇനി പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണാം. ഓക്കെ. കണവ കൊണ്ട് ചെയ്ത ഒരു പുതിയ ഐറ്റായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഹലോ ഗൈസ്, കഴിച്ച് വയറ് ഫുള്ളായി പോയി. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് കഴിഞ്ഞിട്ടിരിക്കുവാണ്. നടക്കാൻ വയ്യ, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി നടക്കാം. ഫ്രണ്ട്സ്, ഇത് ജ്യൂ സ്ട്രീറ്റിലുള്ള ഒരു പെർഫ്യൂം ഫാക്ടറിയാണ്, IRS. ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പെർഫ്യൂം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, തിരികൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷോപ്പിന്റെ അകത്ത് പോയി കാണാം. ഏറ്റവും വലിയ ഹാൻഡ് മെയ്ഡും നാച്ചുറൽ ആയിട്ടുള്ള ചന്ദനത്തിരിയാണ്. 69 ഫീറ്റ് ലോങ്, 412 kg. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് സാൻഡൽവുഡ് പൗഡർ, സാൻഡൽവുഡ് എസൻഷ്യൽ ഓയിൽ, പിന്നെ ഈ കാണുന്ന 24 ടൈപ്സ് ഓഫ് റീസൺ.
ഉണ്ടാവില്ല, പല വെറൈറ്റീസ്. ചാർക്കോൾ യൂസ് ചെയ്യില്ല, അത് നമ്മൾ ഹണിയാണ് യൂസ് ചെയ്യുന്നത്, ഹണി എക്സ്ട്രാക്ട്. അതുകൊണ്ട് ഇത് 1 മണിക്കൂറോളം കത്തും. ഇവിടെ നിന്ന് പെർഫ്യൂം ഒന്നും മേടിച്ചില്ല, കാരണം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ സ്മെല്ലുകളൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലുകളായിരുന്നു. സ്മെല്ല് ചെയ്ത് നോക്കാനായിട്ട് കുറെ പെർഫ്യൂംസ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒന്ന് എന്റെ ഫേവറേറ്റ് ആയി. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഉറപ്പായിട്ടും അത് മേടിക്കണം. ഇതാണ് ജ്യൂ സ്ട്രീറ്റ്. 2 സൈഡിലും കുറെ കടകളൊക്കെ ആയിട്ട്. ഇതുവഴി വണ്ടികളൊന്നും പോകത്തില്ല, നടന്നു തന്നെ പോണം. ഇതുവഴി കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് പോയി നിൽക്കുന്നത് സിനഗോഗിലാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്ട്രീറ്റിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഞങ്ങൾ സിനഗോഗിലെത്തി. ഇനി സിനഗോഗിനകത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാം.
തിരിച്ച് ഫോർട്ട് കൊച്ചിയിലെത്തി. കുറച്ചു നേരം എങ്ങോട്ടൊക്കെയോ നടന്നു ക്ഷണിച്ചപ്പോഴേക്കും ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കുടിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നു. അടുത്ത് മറൈൻ ഡ്രൈവിലാണ് പോവേണ്ടത്. മറൈൻ ഡ്രൈവ് പോകാനായിട്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ ജങ്കാറിൽ കയറി. ജങ്കാറിൽ യാത്ര എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. കാറിൽ നിന്ന് പുറത്തിറങ്ങി വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഡോറ് തുറന്ന് പുറത്തിറങ്ങാനുള്ള ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് ബൈക്കുകൾ കൊണ്ട് നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ കാറിനകത്തിരുന്നുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ എടുക്കാൻ ശ്രമിച്ചു. ഇനി കുറച്ച് ഷോപ്പിംഗ് ആവാം. അതിനായിട്ട് ഞങ്ങൾ പോയത് കൊച്ചിയിലുള്ള ബ്രോഡ്വേയിലേക്കാണ്. ഞാൻ അവിടെ നിന്ന് 2 ബാഗ് മേടിച്ചു. ഞാനല്ല, മമ്മി എനിക്ക് മേടിച്ചു തന്നായിരുന്നു. ഒന്ന് എനിക്കും ഒന്ന് അനിയത്തിക്കും. ആ ബാഗൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ വോയിസ് കൊടുത്തായിരുന്നു, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ പാടിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കോപ്പറേറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി, കാരണം അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ട്, നല്ല നല്ല ബാഗ്സും ഉണ്ട്. അപ്പോൾ ബ്രോഡ്വേയിൽ വരുന്ന എല്ലാവരും ഈ ഷോപ്പിൽ വരണം. ഈ ഷോപ്പിൻ്റെ പേര് പർപ്പിൾ ബാഗ്സ് എന്നാണ്. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ മേടിച്ച ബാഗ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പോൾ ഷോപ്പിൻ്റെ പേര് പർപ്പിൾ ബാഗ്സ്, ബ്രോഡ്വേ, എറണാകുളം. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടെ ഒന്നും കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാനും മമ്മിയും കൂടി നടന്ന് കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ കൊച്ചിക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു. വരുന്ന വഴിക്ക് ഒരു തട്ടുകട കണ്ടു. വണ്ടി നിർത്തി
നല്ല ചൂട് ദോശയും കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്രയായി. കുറച്ചു ദൂരം പോയപ്പോഴേക്കും ഉറക്കം വന്നു. അങ്ങനെ വണ്ടി സൈഡാക്കി ഒരു ബൂസ്റ്റ് കുടിച്ചു. ഉറക്കമൊക്കെ അങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.